Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് വീഡിയോ ആണ്. നമ്മൾ ഇതിനു മുമ്പ് ഈ ചാനലിൽ ചെയ്യാത്ത ഒരു വീഡിയോ ആണ്. ആക്ച്വലി ഒരു സ്മാർട്ട് ഫോൺ അസംബിൾ ചെയ്തെടുക്കുന്ന പ്രോസസ്സ് നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ? ആക്ച്വലി ഒരുപാട് സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സ് ഇന്ത്യയിലുണ്ട്, അവരുടെ ഫാക്ടറീസും ഇന്ത്യയിലുണ്ട്. അപ്പോൾ നമ്മൾ ഈയിടെ ഒരു ഫാക്ടറി വിസിറ്റ് നടത്തുകയുണ്ടായി. ഷവോമിൻ്റെ ഫാക്ടറിയാണ്. ഷവോമിക്ക് അറൗണ്ട് 12 to 13 ഫാക്ടറീസ് ഉണ്ട് ഇന്ത്യയിൽ പല സ്ഥലത്തായിട്ട്. അവരുടെ ബവൽ ഹരിയാനയിലുള്ള ഒരു ഫാക്ടറി നമ്മൾ വിസിറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ സ്മാർട്ട് ഫോൺ അസംബിൾ ചെയ്ത് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സ് ഉണ്ടല്ലോ, ഒരുപാട് പ്രോസസ്സ് ഉണ്ട് ആക്ച്വലി അതിനകത്ത്. ക്വാളിറ്റി കൺട്രോൾ ഉണ്ട്, ടെസ്റ്റിംഗ് ഉണ്ട്, ഹാർഡ്വെയർ അസംബ്ലിംഗ് ഉണ്ട്, ബാറ്ററി അസംബ്ലിംഗ്, ക്യാമറ മോഡ്യൂൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അസംബിൾ ചെയ്ത് ഫൈനലി ബോക്സിനകത്താക്കുന്ന വരെയുള്ള എല്ലാ പ്രോസസ്സും നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ നമ്മൾ കണ്ടത് റെഡ്മിൻ്റെ ഏറ്റവും പുതിയതായി ലോഞ്ച് ചെയ്ത റെഡ്മി A2 സീരീസിൻ്റെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ അസംബ്ലിംഗ് പ്രോസസ്സായിരുന്നു. റെഡ്മി A2 A2 പ്ലസും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി A2 പ്ലസിൻ്റെ അൺബോക്സിങ് ഈ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 8499 രൂപയാണ് അതിൻ്റെ വില. അതിനൊപ്പം തന്നെ A2വിൻ്റെ വില 5999 അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണാൻ മറക്കരുത്. നല്ലൊരു ബഡ്ജറ്റ് അല്ലെങ്കിൽ എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ റെഡ്മി A2വിൻ്റെ ഈ കംപ്ലീറ്റ് അസംബ്ലിംഗ് പ്രോസസ്സ് മൾട്ടിപ്പിൾ സെറ്റപ്പിലാണ് വരുന്നത്. ആദ്യം തന്നെ മദർ ബോർഡ് അല്ലെങ്കിൽ PCB അസംബിൾ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റിങ്ങും ക്വാളിറ്റി കൺട്രോളും, അത് കഴിഞ്ഞ് പിന്നെ ഓരോ കോമ്പണൻസ്, അതായത് മെയിൻ ഫ്രെയിമിലോട്ട് ഓരോ പ്രോസസ്സായിട്ട് ആഡ് ചെയ്യുക, ബാറ്ററി ആഡ് ചെയ്യുക, ക്യാമറ മോഡ്യൂൾ, അതേപോലെ ചാർജിങ് പോർട്ട്, ഹെഡ്ഫോൺ, സ്പീക്കേഴ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ടാണ് അസംബിൾ ചെയ്യുന്നത്. ഫൈനലി പ്രൊഡക്റ്റ് ബോക്സിനകത്താക്കി ചാർജറും കേബിളും അതിനകത്ത് വെക്കുന്നത്. എന്നിട്ട് കംപ്ലീറ്റ് സീൽ ചെയ്ത് ഫാക്ടറിയിൽ നിന്ന് പുറത്തു പോകുന്ന വരെയുള്ള ആ പ്രോസസ്സ്, കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് ഷവോമിൻ്റെ ഫാക്ടറി, ഹരിയാനയിലെ ബവൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അറൗണ്ട് ഡൽഹിയിൽ നിന്ന് ഒരു 2 മണിക്കൂർ യാത്ര ഉണ്ട്. DBG എന്ന് പറഞ്ഞ കമ്പനിയാണ് ഹാൻഡിൽ ചെയ്യണത്. പക്ഷേ എല്ലാ പ്രോസസ്സും ഡിസൈഡ് ചെയ്യുന്നത് ഷവോമിയാണ്. അവരുടെ ഫാക്ടറി DBG ആണ് ഹാൻഡിൽ ചെയ്തത് മാത്രം. അപ്പോൾ നമുക്ക് മീഡിയയ്ക്ക് ഒരു സ്പെഷ്യൽ ഇൻവൈറ്റ് കിട്ടിയിട്ടാണ് നമ്മൾ ചെന്നത്. വളരെ ഹ്യൂജ് ഫാക്ടറിയാണ്. ഈ ഫാക്ടറി ലൈനപ്പിൽ റെഡ്മി A2ൻ്റെ അസംബ്ലിംഗ് ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ വളരെ ഒരു ഡീറ്റെയിൽ പ്രോസസ്സാണ്, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മദർ ബോർഡ് അല്ലെങ്കിൽ PCB ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. അസംബ്ലിംഗ് ആണ് ആക്ച്വലി. ഇതെല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ ഒരു ബോർഡിനകത്ത് ഒരു PCBനകത്ത് 4 മദർ ബോർഡാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് അസംബിൾ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ കാണാം, ഇവരെ ഒരു ഫിസിക്കൽ ചെക്ക് നടത്തും. എല്ലാ ബോർഡിനകത്തും ഡാമേജസോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കും. അത് കഴിഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്യും. വളരെ എന്താ പറയുക, ഡീറ്റെയിൽഡ് ആയിട്ട് അവർ എഡ്ജസ് എല്ലാം തന്നെ ക്ലീൻ ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കോമ്പണൻസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബോർഡ് ഉള്ളിലേക്ക് പോകും. കമ്പ്യൂട്ടറൈസ് പ്രോസസ്സാണ്. സോൾഡർ പേസ്റ്റ് ആഡ് ചെയ്യണം. അതായത് ഓരോരോ കോമ്പണൻറ്റും സോൾഡർ ചെയ്യാനുള്ള സോൾഡർ പേസ്റ്റ് ആണ് ഓട്ടോമാറ്റിക് പ്രോസസ്സിലൂടെ വരുന്നത്. അപ്പോൾ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സോൾഡർ പേസ്റ്റ് കഴിഞ്ഞ് വന്ന് ബോർഡിനകത്ത് ക്രോസ് ചെക്കിംഗ് ആണ്. എല്ലാം തന്നെ കറക്റ്റ് അല്ലേ എന്നുള്ള ചെക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. കണ്ടില്ല, ഇവിടെ നമുക്ക് കാണാം ബോർഡ് നല്ലതാണോ ഇല്ല എന്നുള്ളത്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓരോരോ കോമ്പണൻസ് ഇതിനകത്തോട്ട് ഫീഡ് ചെയ്യണം. ഇതെല്ലാം ഓട്ടോമാറ്റിക് പ്രോസസ്സാണ് കേട്ടോ. ഇതിൽ ഒരു മാനുവൽ പ്രോസസ്സും ഇല്ല, എല്ലാം തന്നെ പ്രോഗ്രാംഡ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കോമ്പണൻസും അതിനകത്തോട്ട് ഈ സോൾഡർ പേസ്റ്റിന് ചെയ്ത ബോർഡിനകത്തോട്ട് ഫിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് എല്ലാം തന്നെ മാനുവലി നമ്മൾ ചെക്ക് ചെയ്യും. ഇവിടെ കണ്ടില്ലേ, ഈ കമ്പ്യൂട്ടറൈസ് സെറ്റപ്പ് കാണാം. എല്ലാ കോമ്പണൻസ് കറക്റ്റ് അല്ലേ എന്നുള്ളത് നോക്കും. അത് കഴിഞ്ഞ് RF പ്ലേറ്റും കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ് ബോർഡിനകത്തോട്ട്. എല്ലായിടത്തും കണ്ടില്ലേ, ഓരോരോ ഏരിയയിലോട്ട്. ഇത് ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. എഗെയിനും അതിനകത്തൊരു മാനുവൽ സ്റ്റെപ്പ് ഒന്നുമില്ല. ഇപ്പം എല്ലാം കഴിഞ്ഞ് ബോർഡാണ് പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം 4 മദർ ബോർഡാണ് അതിനകത്തുള്ളത്. ഇനി ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ക്യൂറിങ് പ്രോസസ്സാണ്. ഇതെല്ലാം തന്നെ കുറച്ച് നേരം വെക്കും. ഇതെല്ലാം സെറ്റ് ആയില്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂറിങ് പ്രോസസ്സാണ് അടുത്തത്. അപ്പോൾ ക്യൂറിങ് പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും തന്നെ ഒരു കമ്പ്യൂട്ടറൈസ് ചെക്കിംഗ് ഉണ്ട്. ബോർഡിൻ്റെ എല്ലാ ആസ്പെക്ട്സും കറക്റ്റ് ആണോ എന്നുള്ളത് വീണ്ടും കണ്ടില്ലേ, 4 മദർ ബോർഡാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫിസിക്കൽ ആസ്പെക്ട്സും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേജിൽ നിങ്ങൾക്ക് മദർ ബോർഡ് റെഡിയായി കിട്ടും. ഇതാണ് ഫൈനൽ സ്റ്റേജിൽ വന്ന മദർ ബോർഡ്, അതായത് അസംബ്ലിംഗ് ലൈനിൽ വന്ന മദർ ബോർഡ്. 4 മദർ ബോർഡാണ് ഒരു ബോർഡിനകത്ത് വരുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ മദർ ബോർഡ് എല്ലാം തന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്യാണ്. അതായത് എല്ലാ ആസ്പെക്റ്റ്, അതിനകത്തൊരു ബേസിക് സോഫ്റ്റ്വെയർ ലോഡഡ് ആയിരിക്കും. അപ്പോൾ വൈഫൈ മോഡ്യൂൾ, ബ്ലൂടൂത്ത് മോഡ്യൂൾ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഫിസിക്കൽ ചെക്ക് നടത്തുന്ന സ്റ്റേജാണ് അടുത്തത്. ഇതും വലിയൊരു ഹ്യൂജ് ലൈനപ്പാണ്. ഇവിടെ നമുക്ക് ഒരുപാട് സ്റ്റേഷൻസ് കാണാം. എല്ലാത്തിനകത്തും ഈ എന്താ പറയുക, നമ്മളിപ്പോൾ അസംബിൾ ചെയ്തെടുത്ത ബോർഡിൻ്റെ ചെക്കിംഗ് ആണ്. ഇതുണ്ടല്ലേ, ഇതിനകത്ത് ഇപ്പോൾ കമ്പ്യൂട്ടറൈസ് ചെക്കിംഗ് ആണ്. അവിടെ എല്ലാത്തിനകത്തും ബോർഡ് വെച്ചിട്ടുണ്ടാവും. അതിനകത്ത് സോഫ്റ്റ്വെയറും ലോഡ് ചെയ്തിട്ടുണ്ടാവും. ആ ലോഡ് ചെയ്ത സോഫ്റ്റ്വെയർ വെച്ച് ബാക്കിയുള്ള ആസ്പെക്ട്സ് എല്ലാം തന്നെ ചെക്ക് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. വീണ്ടും ഇതൊരു കമ്പ്യൂട്ടറൈസ് പ്രോസസ്സാണ്. നമ്മൾ ജസ്റ്റ് ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോരോ ബോർഡ് എടുത്ത് ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കമ്പ്യൂട്ടർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസൈഡ് ചെയ്തിട്ട് റിജക്റ്റ് ചെയ്യണോ അതോ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് ക്വാളിഫൈ ചെയ്ത് വിടും. ഇതൊരു വലിയ പ്രോസസ്സാണ് ആക്ച്വലി. മൾട്ടിപ്പിൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഹ്യൂജ്
സെറ്റ് ഓഫ് ലൈനപ്പാണ് ഇവിടെ വരുന്നത്. എല്ലാം തന്നെ ഈ മദർ ബോർഡ് ക്വാളിറ്റി ചെക്കാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഷോമിൻ്റെ DBG സെൻറ്ററിലെ മദർ ബോർഡ് അസംബ്ലിങ് ലൈന്. ഇനി അടുത്തത് മദർ ബോർഡ് അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ അസംബിൾ ചെയ്ത ബോർഡ് നമുക്ക് ഫ്രെയിമിലോട്ട്, അതായത് ഫോണിൻ്റെ ഫ്രെയിമിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ഫ്രെയിം അസംബിൾ ചെയ്ത ഫ്രെയിം ഇവിടെ കാണാം. നമുക്ക് ഒരുപാട് സെറ്റ് ഓഫ് ഫ്രെയിംസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഓരോ ഫ്രെയിമും മാനുവലി ചെക്ക് ചെയ്യും, എല്ലാം തന്നെ ഓക്കെ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇതിനകത്തോട്ട് നമ്മൾ ചെക്ക് ചെയ്ത ഫ്രെയിമിനകത്തോട്ട് അടുത്തതെന്ന് വെച്ചാൽ എഡ്ജ് ക്ലീനിങ് ആണ്. ഇതിനകത്തോട്ടൊരു ഗം ആഡ് ചെയ്യണമല്ലോ, നമുക്ക് എല്ലാം തന്നെ ഡിസ്പ്ലേ മോഡ്യൂളും ഇതെല്ലാം ഒട്ടിക്കാനുള്ള ഗം വേണമല്ലോ. അപ്പോൾ ഗം ആഡ് ചെയ്യണ പ്രോസസ്സാണ്. ഈ പ്രോസസ്സിലാണ് ഇപ്പോൾ ആക്ച്വലി ഗം ആഡ് ചെയ്യണം. ആദ്യം തന്നെ ഒരു ക്ലീനിങ് ആണ്, എഡ്ജെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് ഗം ആഡ് ചെയ്യണം. ഗം ആഡ് ചെയ്താലേ നമുക്ക് ഇതിനകത്തോട്ട് ഡിസ്പ്ലേയും ബാക്കിയുള്ള ആസ്പെക്ട്സ് ഒക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം വീണ്ടും തന്നെ ഓട്ടോമേറ്റഡ് പ്രോസസ്സാണ്. ഗം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഡിസ്പ്ലേ ചെക്കിംഗ് ആണ്. ഇതുണ്ടല്ലോ ഡിസ്പ്ലേ യൂണിറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്പ്ലേ യൂണിറ്റ് മാനുവലി ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വന്ന ഗം തേച്ച് വന്ന ബോർഡിനകത്തോട്ട് അല്ലെങ്കിൽ ആ ഫ്രെയിമിനകത്തോട്ട് ഡിസ്പ്ലേ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് പ്രോസസ്സ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതുണ്ടല്ലേ ഡിസ്പ്ലേ നമുക്ക് ആ ബോർഡിനകത്ത് എടുത്തിട്ട് ഡിസ്പ്ലേ മോഡ്യൂൾ ചെക്ക് ചെയ്തിട്ട് അതിനകത്തോട്ട് ഫിക്സ് ചെയ്യാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ മോഡ്യൂൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിസ്പ്ലേൻ്റെ ചെക്ക് കറക്റ്റായി ഡിസ്പ്ലേയിൽ സ്ക്രാച്ചസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കും. അതിനകത്ത് തന്നെ ഒരു ഫിലിം ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ മോഡ്യൂൾ ഇതിനകത്തോട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത PCBയും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ ഇതിനകത്തോട്ട് അസംബിൾ ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ എല്ലാ പ്രോസസ്സും ആയിട്ടില്ല. അപ്പുറത്ത് നമ്മൾ ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞാൽ മദർ ബോർഡ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, മദർ ബോർഡ് റെഡിയായി. ഇനി ഈ മദർ ബോർഡ് ഓരോന്നോ എടുത്തിട്ട് ഓരോരോ ഫ്രെയിമിനകത്തോട്ട് ഫിക്സ് ചെയ്യണം. കണ്ടില്ലേ, ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് അത് സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിനകത്തോട്ട് കയറ്റി ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കയറ്റി കഴിഞ്ഞു. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിന് വീണ്ടും ക്വാളിറ്റി ചെക്കാണ് വരുന്നത്. അതിൽ നമ്മൾ കണ്ടില്ലേ ഒരു സൂം ലെൻസും വരുത്ത ഒരു സിസ്റ്റത്തിനകത്തോട്ട് കംപ്ലീറ്റ് ഇൻ പ്ലേസ് അല്ലേ നോക്കും. ഓരോരോ ബോർഡിൻ്റെയും അസംബ്ലിങ് കറക്റ്റ് അല്ലേ നോക്കും. അത് കഴിഞ്ഞ് ഓരോരോ വയർ കണക്റ്റേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ഓരോരോ ഏരിയയിലോട്ട് ഫോർ എക്സാമ്പിൾ ബാറ്ററിക്കുള്ള വയർ കണക്ട് ചെയ്യാനുള്ളതും അങ്ങനത്തെ ഓരോരോ മോഡ്യൂളിലുള്ള വയേഴ്സ് എല്ലാം തന്നെ ആഡ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നമ്മൾ ക്യാമറ മോഡ്യൂൾ ഉണ്ടല്ലോ, ഒരുപാട് ക്യാമറ മോഡ്യൂൾ കാണാം. അപ്പോൾ ക്യാമറ മോഡ്യൂളാണ് ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ റെഡ് കളർ കണ്ടില്ല, അത് ക്യാമറ മോഡ്യൂൾസ് ആണ്. ക്യാമറ മോഡ്യൂൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തന്നെ ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. അതെല്ലാം ക്രോസ് ചെക്ക് ചെയ്യും, എല്ലാം ഫിക്സ് ചെയ്തത് കറക്റ്റ് അല്ലേ നോക്കും. കറക്റ്റ് ആണെങ്കിൽ തിരിച്ചു വരും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബാറ്ററിയും കൂടെ ആഡ് ചെയ്യണം. വീണ്ടും തന്നെ ഒരു ചെക്കിംഗ് പ്രോസസ്സാണ്. മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് ചെക്കിംഗ് ഉണ്ട്. ഇതിപ്പോൾ ബാറ്ററി ആഡ് ചെയ്ത് കഴിഞ്ഞു, കണ്ടില്ലേ കാണാം, ബാറ്ററി ആഡ് ചെയ്ത് കഴിഞ്ഞു. ബാറ്ററി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തന്നെ അതിനകത്തോട്ട് കണ്ടില്ലേ നമ്മൾ സ്കാൻ ചെയ്ത് ഓരോ കോമ്പോണൻസും കറക്റ്റ് അല്ലേ നോക്കും. എന്നിട്ട് എല്ലാത്തിലും ഒരു ഫിസിക്കൽ ചെക്കും വരും. എന്നിട്ട് വീണ്ടും നമ്മൾ അടുത്ത ലൈൻ ഓഫ് പ്രോസസ്സിലേക്ക് പോവുകയാണ്. ഇത് നമ്മളിതെല്ലാം വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂയിങ് ആണ്. ഇതെല്ലാം കൂടെ ബോർഡിനകത്ത് വെച്ച് സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്ക്രൂയിങ് എല്ലാം ഓട്ടോമാറ്റിക് ആണ്. സ്ക്രൂ പിക്ക് ചെയ്യണതും അതിനകത്തോട് സ്ക്രൂ ചേർക്കുന്നതും എല്ലാം തന്നെ ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് IMEI നമ്പർ സ്റ്റിക്കറിംഗ് ആണ്. അതായത് ഓരോ ഫോണിനെയും ഐഡൻറ്റിഫൈ ചെയ്യണം, IMEI നമ്പർ ഇതിനകത്തോട്ട് പേസ്റ്റ് ചെയ്യണം. പിന്നെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഡിവൈസിൻ്റെ ബാക്ക് കേസ് വെക്കുക എന്നുള്ളതാണ്. കണ്ടില്ലേ, നമ്മളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ ബാക്ക് കേസാണ്, ബ്ലൂ കളർ ബാക്ക് കേസാണ്. ഇത് തന്നെയാണ് നമ്മൾ അൺബോക്സ് ചെയ്ത കളറും. അപ്പോൾ ഇൻഫാക്ട് നമ്മൾ അൺബോക്സ് ചെയ്ത ഗ്രീനാണ്. അപ്പോൾ ഇവിടെ ബ്ലൂ ഫോണാണ് അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്ക് കേസിലും ഒരുപാട് ചെക്കിംഗ് ഉണ്ട്. അതിനകത്ത് വല്ല ബെൻഡോ ക്രാക്കോ അങ്ങനെയൊക്കെ ഉണ്ടോ നോക്കിയിട്ട് അത് ബാക്കിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റായി ഓൾമോസ്റ്റ് റെഡിയായി സ്മാർട്ട് ഫോൺ. നമ്മൾ മേജർ അസംബ്ലിങ് ലൈൻ കഴിഞ്ഞു. ഇനി പാക്കേജിംഗ് ആണ്, അതായത് ഓരോ കോമ്പണൻറ്റും പാക്കേജിംഗ് ആണ്. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ സ്പീക്കറും ചാർജിങ്ങും എല്ലാം തന്നെ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വലിയൊരു ഏരിയയിനകത്ത് മൾട്ടിപ്പിൾ ഫോൺസ്, എല്ലാ ഫോൺസും തന്നെ വെച്ചിരിക്കുകയാണ്. സ്പീക്കർ ടെസ്റ്റും അതേപോലെ ചാർജിങ് കേബിളും വെച്ചിട്ടാണ്. ഇതൊരു ഒരു ലോങ് ടൈം ടെസ്റ്റിംഗ് ആണ്. അത് ഒരുപാട് സമയം വെക്കും സ്പീക്കർ ക്വാളിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് പറഞ്ഞാൽ നമ്മൾ ഫൈനൽ എന്താ പറയുക ബോക്സ് പാക്കേജിങ് ലൈനാണ്. ഇവിടെ കണ്ടില്ലേ, നമുക്ക് കാണാം ബോക്സുകൾ കാണാം. ഇതെല്ലാം തന്നെ നമുക്കിനി പാക്കേജ് ചെയ്യാനുള്ള സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് ഓരോ ഫിസിക്കൽ ചെക്ക് നടക്കും. അത് കഴിഞ്ഞ് IMEI സ്റ്റിക്കറിങ് ഒട്ടിക്കും. അതായത് ഓരോ ഫോണിന് IMEI നമ്പർ ബോക്സിനകത്ത് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതും ഫോണിൻ്റെ IMEI നമ്പറും സെയിം ആണോ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റിക്കറിങ്, അതും വീണ്ടും ഓട്ടോമാറ്റിക് പ്രിൻറ്റിംഗ് ആണ്. പ്രിൻറ്റ് ചെയ്ത സ്റ്റിക്കർ നമ്മളിതിനകത്തോട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫൈനൽ പാക്കേജിങ് സ്റ്റേജ് ആയിരിക്കുകയാണ്. ഇനി അടുത്തത് കുറച്ച് സാധനം കൂടെ ആഡ് ചെയ്യാനുള്ളൂ. സിം ഇജക്റ്റ് പിൻ, അതേപോലെ ഡോക്യുമെൻറ്റേഷൻ, അതെല്ലാം തന്നെ അവിടെ മാനുവലി ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ആഡ് ചെയ്യാനുള്ള ചാർജറും USB ടൈപ്പ് കേബിളാണ്. ഇൻഫാക്ട് ഇതിനകത്ത് മൈക്രോ USB ആണ്. അപ്പോൾ കേബിൾ ആഡ് ചെയ്തിരിക്കുകയാണ്. കേബിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ സീൽ ചെയ്ത് കഴിഞ്ഞാൽ ബോക്സിനകത്തോട്ട് വെക്കുക എന്നുള്ളതാണ് ഫൈനൽ സ്റ്റേജ്. ഇതുകൊണ്ട് പാക്കേജ് ചെയ്ത ബോക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ. അപ്പോൾ ഇതെല്ലാം തന്നെ പാക്കേജ് ചെയ്ത് ഇനി പുറത്തോട്ട് പോകാനുള്ള പിന്നെ കുറച്ച് ടെസ്റ്റുകൾ വേറെയുണ്ട്. അതായത് ഡ്രോപ്പ് ടെസ്റ്റ്, ബാരൽ ടെസ്റ്റ്, ഇങ്ങനത്തെയൊക്കെ ടെസ്റ്റുകളുണ്ട്. അതായത് ക്വാളിറ്റി ചെക്കിന് ഇൻ കേസ് ഓഫ് ഡ്രോപ്പ് വലിയ ഇഷ്യൂസ് വരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ചെക്കാണ് ഇവിടെ നടക്കുന്നത്. വൈബ്രേഷൻ ടെസ്റ്റ്, ഇങ്ങനത്തെ കുറേ ടെസ്റ്റുകളിലൂടെയാണ് ഫൈനൽ പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഷോമിൻ്റെ ഇന്ത്യയിൽ അസംബ്ലിംഗ് പ്രോസസ്സ്.
പ്രോസസ്സർ റെഡ്മി A2 പ്ലസ് ആണ് നമ്മൾ കണ്ടത് അവിടെ. അതേപോലെ തന്നെ റെഡ്മി A2 ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റും അതേപോലെ ഒരുപാട് റൗണ്ട് ഓഫ് ടെസ്റ്റിങ്ങിലൂടെ പോയിട്ടാണ് നമുക്ക് കിട്ടുന്ന സ്മാർട്ട് ഫോൺ. ഇൻഫാക്റ്റ് ഒരു ബാച്ചിൽ ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോണിന് റാൻഡം ടെസ്റ്റിങ്ങിൽ ഫെയിലായ എൻറ്റയർ ബാച്ച് വീണ്ടും കംപ്ലീറ്റ് റൗണ്ട് ഓഫ് ടെസ്റ്റിങ്ങിൽ പോയിട്ട് പിന്നെ സെല്ലിങ്ങിന് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയധികം ക്വാളിറ്റി കൺട്രോളും ടെസ്റ്റും എല്ലാം ചെയ്തിട്ടാണ് സ്മാർട്ട് ഫോൺസ് ഇറങ്ങുന്നത്. ഇത് ഈ എല്ലാ ബ്രാൻഡും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതൊരു പർട്ടിക്കുലർ ബ്രാൻഡ് എന്നില്ല. നമ്മൾ കണ്ടത് റെഡ്മീൻ്റെ ആണെങ്കിലും എല്ലാ ബ്രാൻഡും ഇതേപോലത്തെ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിങ്ങിലൊക്കെ ഇതോടെ ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റി റെഡ്മീൻ്റെ അല്ലെങ്കിൽ ഷോമീൻ്റെ ഫാക്ടറിയിൽ പോയിട്ടാണ് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തത്. ഇത് ആക്ച്വലി ഇന്ത്യയിൽ അവർക്ക് 12-13 ഫാക്ടറി ഉണ്ട്. ഇൻഫാക്ട് 4-5 സ്മാർട്ട് ഫോണിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്നാലും പല ഫാക്ടറിയിലും പല പ്രൊഡക്ട്സാണ് മാനുഫാക്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ അസംബിൾ ചെയ്യുന്നത്. നമ്മൾ കണ്ടത് സ്മാർട്ട് ഫോൺ അസംബ്ലിംഗ് ലൈനാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.